എല്ലാവർക്കും നമസ്കാരം. ഞാൻ ML രമേശ്. വളരെ കുട്ടിക്കാലം മുതൽ തന്നെ സംഘവുമായിട്ട് ബന്ധമുണ്ട്, സംഘപ്രവർത്തനത്തിലുണ്ട്. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിലും ഞാൻ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. 1975 ജൂൺ 25-ാം തീയതിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രാന്ത കാര്യാലയത്തിൻ്റെ ഉദ്ഘാടന സമയമായിരുന്നു. ഞങ്ങളൊക്കെ ഈ പരിപാടിയിലുണ്ട്. യാദവറാവു ജോഷിയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഈ ഉദ്ഘാടനം കഴിഞ്ഞ സമയത്ത് തന്നെ എല്ലാവരും അടിയന്തരാവസ്ഥയെക്കുറിച്ചിട്ടൊക്കെയുള്ള ചർച്ചകൾ വന്നു. മിക്കവാറും സംഘത്തിനെ നിരോധിക്കും എന്നെല്ലാവരും പറഞ്ഞു തുടങ്ങി. അന്ന് എനിക്ക് 15 വയസ്സാണ് പ്രായം. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. എല്ലാവരും പറയണത് കേട്ടു. ഉടനെ തന്നെ സംഘം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു. എല്ലാവരും സംഘപ്രവർത്തകരായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ അകന്നു മാറാനും, അതേസമയം സംഘചാലകന്മാർ അങ്ങനെയുള്ളവരൊക്കെ അവരവരുടെ വീട്ടിൽ തന്നെ കഴിയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 26 സംഘത്തിനെ നിരോധിച്ചു. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു കേന്ദ്ര സർക്കാർ, ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ. ശരിക്കും അന്ന് ജയപ്രകാശ് നാരായണൻ ആഹ്വാനം ചെയ്ത സമ്പൂർണ്ണ വിപ്ലവം എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിനെതിരൊക്കെ ഉള്ളതായിരുന്നു. അതാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ ഒരു കാരണവും. ആ സമ്പൂർണ്ണ വിപ്ലവത്തിനെ കൂടുതൽ പിന്തുണച്ചിരുന്ന സംഘമാണ്. അതുകൊണ്ടാണ് സംഘത്തിനെ നിരോധിക്കാനായിട്ട് അവർ മുൻകൈ എടുത്തിരുന്നത്. അങ്ങനെ സംഘത്തിനെ അവർ നിരോധിച്ചു. ഉടനെ തന്നെ അനന്തേട്ടനെയും ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. എനിക്കൊന്ന് ജൂൺ 30-ാം തീയതിയാണെന്ന് തോന്നുന്നു അനന്തേട്ടനെ അറസ്റ്റ് ചെയ്തത്. അനന്തേട്ടനെയും ബഡ്ജിയെയും എറണാകുളത്തു നിന്നുള്ള പ്രധാനപ്പെട്ട പലരെയും അറസ്റ്റ് ചെയ്തു. അനന്തേട്ടൻ അന്ന് പ്രാന്ത കാര്യവാഹമാണ്. എന്നെ ഓർമ്മയുള്ളപ്പോൾ മുതൽ അദ്ദേഹം പ്രാന്ത കാര്യവാഹമാണ്. ഞങ്ങളെപ്പോഴും കാണുന്ന ആളുകളാണ്, എപ്പോഴും ഞങ്ങളുടെ ശാഖയിൽ വരാറുള്ള ആളാണ്. അനന്തേട്ടനെ അറസ്റ്റ് ചെയ്തു. രാധാകൃഷ്ണ ബഡ്ജി അറസ്റ്റ് ചെയ്തു. അതിനുശേഷം അനന്തേട്ടനെയൊക്കെ നേരെ മിസ തടങ്കലിലാക്കിയിട്ട് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുക ചെയ്തത്. സെൻട്രൽ ജയിലിലാണ് അദ്ദേഹം. അന്ന് അദ്ദേഹത്തിൻ്റെ ശ്രീമതി അവർ 7 മാസം ഗർഭിണിയായിരുന്നു. 7 മാസം. ആ സമയത്താണ് അനന്തേട്ടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ആ അമ്മയ്ക്ക് എത്ര വിഷമം ഉണ്ടായിരുന്നെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അനന്തേട്ടൻ സംഘത്തിന് എല്ലാ സ്വയംസേവർക്കും വളരെ മാതൃകാപരമായിട്ടുള്ളൊരു ആളായിരുന്നു അദ്ദേഹം. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ കണ്ടാണ് പലതും പഠിച്ചിരുന്നത്. വളരെ സാധാരണ ജീവിതവും ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മിക്കവാറും ചിലപ്പോൾ ഞാൻ ഈ എറണാകുളം മാർക്കറ്റിലൊക്കെ പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ അനന്തേട്ടനും സഞ്ചിയൊക്കെ ആയിട്ട് വന്ന് നിൽക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അനന്തേട്ടൻ അങ്ങനെ അടിയന്തരാവസ്ഥയിൽ ജയിലിലായി. മിസ തടവെന്ന് വെച്ചാൽ അതിന് എന്നാ മോചനം കിട്ടുക, അതിന് ജാമ്യമില്ല, എന്നാ വിമോചനം കിട്ടുക എന്നൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു നിയമമാണ് ഇന്ദിരാഗാന്ധി അത് ഉണ്ടാക്കി വെച്ചിരുന്നത്. അദ്ദേഹം അവിടെ കഴിയുന്ന സമയത്ത് നമ്മുടെ പ്രവർത്തകരും ബാക്കി അടിയിലുള്ള ഗൂഢമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അതേസമയം അന്ന് മിസ തടവുകാർക്ക് ശരിക്കും പരോള് കിട്ടുമായിരുന്നു. അപ്പോൾ അന്നത്തെ പ്രാന്തപ്രചാരക് ഭാസ്കർറാവുജി അനന്തേട്ടൻ്റെ രഹസ്യമായിട്ട് വിവരം അറിയിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ശ്രീമതിയുടെ പ്രസവവും ഒക്കെ കൊച്ചും കുട്ടിയെയും കാണാനുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭാസ്കർറാവുജി പറഞ്ഞ് വേണമെങ്കിൽ മിസൈൽ പുറത്ത് വരാം എന്ന് അനന്തേട്ടന് സന്ദേശം എത്തിച്ചു. പക്ഷേ അനന്തേട്ടൻ അതിനെ നിഷേധിച്ചു. അനന്തേട്ടൻ പറഞ്ഞില്ല, നമ്മുടെ സ്വയംസേവരെല്ലാവരും കഷ്ടത അനുഭവിക്കുകയാണ്, അവരെല്ലാവരും പ്രവർത്തിക്കുകയാണ്. ഞാൻ പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാനിവിടെ നിന്ന് ഇറങ്ങുന്നില്ല, എന്തായാലും ഞാൻ ഇതിനകത്ത് തന്നെ കഴിയാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആ പരോളിൽ ഇറങ്ങാൻ പോലും അദ്ദേഹം വിസമ്മതിച്ചു. മറ്റു സംഘടനകളുടെ പല ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അവർ പലരും പരോളിൽ പുറത്തിറങ്ങിപ്പോയ ആളുകളാണ്. പക്ഷേ അനന്തേട്ടൻ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് സംഘനിരോധനം മാറി അവിടെ നിന്ന് ജയിലിൽ വിമോചിപ്പിക്കുന്നത് വരെ ആ ജയിലിൽ തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞത്. എൻ്റെ പേര് വിദ്യ. അനന്തേട്ടൻ്റെ ഒരേ ഒരു മകളാണ് ഞാൻ എമർജൻസി സമയത്താണ് ഞാൻ ജനിച്ചത്. 7.5 മാസമായപ്പോൾ എൻ്റെ അമ്മ എന്നെ ജന്മം നൽകി. ഞാൻ എൻ്റെ അച്ഛനെ കാണുന്നത് തന്നെ 1.5 വയസ്സായപ്പോഴാണ്. ജനിച്ച് 1.5 വയസ്സാകുമ്പോഴാണ് അച്ഛൻ വരുന്നത്. പിന്നെ എൻ്റെ കുട്ടിക്കാലം ഇതൊന്നും അച്ഛൻ കണ്ടിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. അതെല്ലാം
മുന്നോട്ട് കൊണ്ടുവന്നത് എൻ്റെ അമ്മയാണ്. പിന്നെ ആ ഒരു കുട്ടി ജനിക്കുക, അതിൻ്റെ ആ കുട്ടിക്കാലം വളർന്നു വരിക എല്ലാം എൻ്റെ മോളിലൂടെയാണ്, എൻ്റെ മകളിലൂടെയാണ് എൻ്റെ അച്ഛൻ കാണുന്നത് തന്നെ. ആ എല്ലാ ഓരോ നിമിഷവും അച്ഛൻ എല്ലാം നിന്ന് കണ്ട് നോക്കുമായിരുന്നു. ഒരു കുട്ടി വളരുന്നതും എങ്ങനെയാണ് പിച്ച വെച്ച് നടക്കുന്നതും സംസാരിക്കുന്നതും അച്ഛനമ്മ എന്ന് വിളിക്കുന്നതും എല്ലാം അച്ഛൻ നിന്ന് കാണുകയും സന്തോഷിക്കുകയും ചെയ്യുമായിരുന്നു. അതെൻ്റെ മകളിലൂടെയാണ് അച്ഛൻ ഇതെല്ലാം കണ്ടത്. ഞാൻ എങ്ങനെയാണ് വളർന്നു വന്നത് എന്താണ് അച്ഛനൊന്നും അറിയില്ല. അദ്ദേഹം നമുക്കെല്ലാവർക്കും ഒരു മാതൃകാ പുരുഷൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് സംഘത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ എല്ലാ പ്രവർത്തനവും മുന്നോട്ട് പോയത്. ആ അനന്തേട്ടനെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ബാക്കി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകളുണ്ട് അതിൽ പറയാനായിട്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ആമുഖം പറയാൻ വേണ്ടി മാത്രമാണ് എന്നെ നിയോഗിച്ചത്. എനിക്ക് അദ്ദേഹത്തെ വളരെ കുട്ടിക്കാലം മുതൽ അറിയാവുന്നത് കൊണ്ട് ഞാനത് ഏറ്റെടുത്തു. എൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു. എൻ്റെ അച്ഛനെ കുറിച്ചിട്ടും അദ്ദേഹം എന്നോട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കർത്തവ്യം ഞാൻ നിർവഹിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.